അസ്സലാമു ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈൽ പഴംപൊരി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിലൊന്നും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ആദ്യം നമുക്ക് നല്ല പഴുത്ത പഴം തന്നെ വേണം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്, പഴം നല്ല മധുരമുണ്ട്. ഇത് ഈ പൊടിക്ക് ആവശ്യമായ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നത് സഹായിക്കും. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും വെള്ളവും ചേർത്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഞാനിതൊരു ബ്ലെൻഡറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതൊന്നുമല്ല, നോർമൽ നമ്മുടെ തൈരാണ്. 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ദോശമാവോ ഒന്നും തന്നെ വേണ്ട, ഈ 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ അടിച്ചെടുക്കാൻ പോവാണ്. ഇത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഒരു ജാറിലിട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരേപോലെ എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ബാറ്റർ റെഡിയായി, അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്, നമ്മളെ ദോശ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതൊന്ന് കുറുകി നല്ല തിക്കായിട്ട് വരും, നമുക്ക് ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ആ സമയം കൊണ്ട് ഞാൻ പഴം നീളത്തിൽ, നമ്മൾ തട്ടുകടയിൽ കാണുന്ന പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള അത്രയും ഓയിൽ, അത്യാവശ്യം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം ഓരോ പഴത്തിൻ്റെ പീസസ് എടുത്തിട്ട് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴം ഇതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്റർ പഴത്തിൻ്റെ മുകളിൽ നിന്നും ഒലിച്ചിറങ്ങരുത്, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നിങ്ങളുടെ ബാറ്റർ ലൂസായി വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ദോശമാവോ ഒന്നും തന്നെ വേണ്ട, അരിപ്പൊടി വേണ്ട. നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ പെർഫെക്റ്റ് തട്ടുകട പഴംപൊരി കിട്ടുന്നതാണ്. ചൂടായ ഓയിലിലേക്ക് ഈ ബാറ്റർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ആ ഒരു പെർഫെക്റ്റ്നെസ്. അപ്പോൾ അത്ര പെർഫെക്റ്റാണ്, അത്രത്തോളം ടേസ്റ്റിയുമാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളതൊന്ന് ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയാൽ അതിനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ഒന്നുകൂടെ ആവാനുണ്ട്. അതായ ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് കൂടെ ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കിതിനെ കോരി മാറ്റാം. സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് വലിയ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഇവിടെ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യാത്തത്, നമ്മുടെ പഴം നല്ല നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഇത് അതിൽ പോവില്ല. ഇരുമ്പ് ചട്ടിയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണോ ഇഷ്ടം അതിൽ ചെയ്യാം. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം, ആ ഓയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഓയിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഞാൻ അടുത്ത സെറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അതിലൊന്നും ഈ ഒരു തൈര് ചേർക്കുന്ന റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആണെന്ന് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. 1 കപ്പ് മൈദക്ക് 1/2 കപ്പ് തൈര് മസ്റ്റായിട്ട് ചേർക്കണം. 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കരുത്. മൈദ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർക്കുക. അത്യാവശ്യം വെള്ളം മാത്രം ചേർക്കുക. ആദ്യം തന്നെ കുറേ വെള്ളം ഇട്ട് അടിച്ചെടുക്കരുത്, നോക്കിയിട്ട് ചേർത്താൽ മതി. മൈദ തൈര് എത്ര എടുക്കുന്നോ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത്. നല്ല സോഫ്റ്റ് ആണ്, പഴുത്ത പഴം തന്നെ എടുക്കണം, അതാണ് പഴംപൊരിക്ക് എപ്പോഴും ടേസ്റ്റ്. പിന്നെ ഇത് ആ സ്കിൻ ഔട്ടർ ഭാഗം നല്ല ക്രിസ്പിയും ആണ്, അതേസമയം സോഫ്റ്റും ഉണ്ട്. നമ്മൾ ശരിക്കും ഒരു തട്ടുകടയിൽ നിന്നും പഴംപൊരി കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് ഈ പഴംപൊരിക്ക്. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ എന്തായാലും അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.